നിങ്ങൾക്കൊക്കെ ഓർമ്മയുണ്ടാവും, ലെസ്ബിയൻ കപ്പിൾസായ ആദില നൂറമാരെ വീട്ടിൽ കയറ്റാൻ കൊള്ളില്ലെന്ന് മോഹൻലാലിനോട് മുഖത്ത് നോക്കി പറഞ്ഞയാളാണ് ബിഗ് ബോസ് താരം ലക്ഷ്മി. ബിഗ് ബോസ് ഷോയുടെ ഒരു വീക്കെൻഡ് എപ്പിസോഡിലാണ് ഈ സംഭവം നടക്കുന്നത്. മറുപടിയായിട്ട് ഞാൻ എൻ്റെ വീട്ടിൽ കയറ്റുമെന്ന് മോഹൻലാൽ പറഞ്ഞത് വലിയ ചർച്ചയ്ക്കിടെയായിരുന്നു. അതായത് ഒരു സൂപ്പർ താരം സമൂഹത്തിൽ ആൾക്കാർ മാറ്റി നിർത്തുന്ന ലെസ്ബിയൻസിനെ വീട്ടിൽ കയറ്റും, ഞാൻ അവരെ എൻ്റെ സ്വന്തം വീട്ടിലേക്ക് കൊണ്ടുപോകും എന്നൊക്കെ പറയുന്നത് ഒരു മെസ്സേജ് ആയിട്ടാണ് കേരള സമൂഹം വിലയിരുത്തിയത്. എന്നാലും ഇതെല്ലാം കച്ചവടമല്ലേ, അതെല്ലാം ഗെയിമിന് വേണ്ടിയല്ലേ, ഗെയിം ഷോ അല്ലേ എന്ന രീതിയിൽ പലരും കണ്ടു. ഒരു ബിഗ് ബോസിൽ എന്ത് നടന്നാൽ എന്താ എന്ന് പറഞ്ഞു നടന്നവരുണ്ട്. എന്നാൽ ഈ ബിഗ് ബോസ് എന്നാൽ കേരളീയ സമൂഹത്തിന്റെ കണ്ണാടി തന്നെയാണെന്ന് കാണിക്കുന്ന ഒരു സംഭവം. അവരെ പൊതുസമൂഹത്തിന് മുന്നിൽ അപമാനിച്ചിരിക്കുകയാണ് ലോക പ്രശസ്ത ജ്വല്ലറിയായ മലബാർ ഗോൾഡിന്റെ ഒരു മുഖ്യ ഷെയർ ഹോൾഡറായ ഫൈസൽ കോഴിക്കോടുണ്ടാക്കിയ കൊട്ടാരം പോലുള്ള വീട്ടിൽ നാട്ടുകാരെ മൊത്തം ക്ഷണിച്ച് ഗൃഹപ്രവേശനം നടത്തി. അഭിനവ പ്രാഞ്ചി എന്നറിയപ്പെടുന്ന ഫൈസൽ പരിപാടി മൊത്തം മീഡിയക്കാർക്ക് ഷൂട്ട് ചെയ്യാൻ അനുവാദം നൽകി. മീഡിയക്കാർ നിറഞ്ഞു നിന്നു. അതിൽ ക്ഷണം സ്വീകരിച്ചെത്തിയ ആദില നൂറമാരെ ചിരിച്ചുകൊണ്ട് തന്നെ വരവേറ്റ ഫൈസൽ ഇവരോട് രണ്ടുപേരിൽ നിന്നും സംസാരിക്കുകയും ആശംസകൾ ഏറ്റുവാങ്ങുകയൊക്കെ ചെയ്തു. പിന്നെ ഫൈസലിന് ബോധമുണ്ടായി. എന്ത് ബോധം? സമൂഹത്തിൽ നിരക്കാത്ത കാര്യങ്ങൾ ചെയ്ത ഇവരെ ചടങ്ങിൽ വിളിച്ചത് തെറ്റായി പോയെന്ന്. അതായത് അവരെ വീട്ടിൽ കയറ്റാൻ കൊള്ളില്ല. അത് തന്നെയാണ് അയാൾ പറഞ്ഞു വെച്ചത് അവിടെ. എന്തായിരിക്കും ഫൈസലിന് ഈ ബോധം വരാനുള്ള കാരണം? ഹോമോഫോബിയാണോ? അതോ ആദില നൂറമാരുടെ മതമായിരിക്കും ഫൈസലിന്റെ പ്രശ്നം? ഒരേ മതത്തിൽപ്പെട്ട അവർ ഇങ്ങനെ ചെയ്യുന്നത് മതത്തിന് നിരക്കാത്തതാണെന്ന് ഫൈസലിന് തോന്നിക്കാണോ? അത് വെറും ഹോമോഫോബിയാണോ? ചടങ്ങിൽ പങ്കെടുത്ത ട്രാൻസ്ജെൻഡറായ നാദിറ ബിഗ് ബോസിൽ തന്നെ ഉണ്ടായിരുന്ന ആളാണ്. നാദിറ മറ്റൊരു ലെസ്ബിയനായ ബിഗ് ബോസ് താരം റസ്മിൻ ഇതിനെക്കുറിച്ച് ഫൈസൽ ഇതുവരെ ഒന്നും പറഞ്ഞിട്ടില്ല. ഫൈസലിനെ കാണുമ്പോൾ റസ്മിൻ പറയുകയാണ്, ഫൈസൽ നമ്മൾ രണ്ടാമത്തെ തവണയാണ് കാണുന്നത്. അപ്പൊ ഫൈസൽ തിരുത്തി പറയുന്നു, അല്ല, മൂന്നാമത്തെ തവണ. അതായത് മുന്നേ അറിയാം വീട്ടിൽ കയറ്റാൻ കൊള്ളില്ലെന്ന് മാത്രമേ ഉള്ളൂ ഫൈസലിന്റെ പരിചയമുണ്ട്. അപ്പൊ മനഃപൂർവ്വം അല്ലെങ്കിൽ അറിഞ്ഞുകൊണ്ട് തന്നെ ആയിരിക്കും ഇവരെ ക്ഷണിച്ചത്, പരിചയമുള്ള ആൾക്കാരെ. അപ്പൊ ഇവർ വരില്ലായിരുന്നു, ഇവരറിയില്ലായിരുന്നു, ഇവർ വന്നത് മോശമായിപ്പോയി എന്നൊക്കെ വീണ്ടും പറയുന്നതിൽ യാതൊരു സാങ്കത്യവും ഇല്ല, അല്ലേ? ഇവരൊക്കെ മുന്നേ വരുമെന്ന കാര്യം അറിയാം. ആദില നൂറമാരെയും മുന്നേ അറിയാം. അവരൊക്കെ വന്നപ്പോൾ ആരൊക്കെയോ എന്തൊക്കെ സമ്മർദ്ദത്തിന് പുറത്തു വെച്ചാണ് ഫൈസലിനെ പോലെ സമൂഹത്തിൽ ഇത്ര ഉന്നത നിലയിലുള്ള ആൾക്കാർക്കൊക്കെ ഇങ്ങനെ തോന്നുന്നത് എന്നുള്ളത് ഈ സമൂഹത്തിൽ എത്രത്തോളം വെറുപ്പിന്റെ ഒരു കൂട്ടം ഉണ്ട് എന്നുള്ളതും, അല്ലെങ്കിൽ രണ്ട് മുഖമായിട്ട് നടക്കുന്ന കുറെ പേരുണ്ട് എന്നുള്ളത് നേരെ സാക്ഷിയില്ല. ഇതൊക്കെ എങ്ങനെ സമൂഹത്തിന് മുന്നിൽ ഇവരെ അപമാനിക്കുന്ന രീതിയിലുള്ളൊരു പോസ്റ്റ് ഇടാൻ ഇവർക്ക് എങ്ങനെ കഴിഞ്ഞു? കേവലം ഒരു ഫേസ്ബുക്ക് പോസ്റ്റിന്റെ കാര്യമല്ല ഇത്. ഇത്രത്തോളം ആൾക്കാർ കാണുന്ന ചർച്ചയാവുന്നൊരു വിഷയം നിങ്ങൾ മനസ്സിലാക്കണം. അതായത് ഇത് ചെറിയൊരു സ്ഥാപനമല്ല, മോഹൻലാൽ ബ്രാൻഡ് അംബാസിഡർ ആയിരുന്ന സ്ഥാപനമാണ്. എത്രയോ സെലിബ്രിറ്റികൾ, എത്രയോ പ്രമുഖ താരങ്ങൾ സംസ്ഥാനങ്ങളിൽ അവരാണ് മലബാർ ഗോൾഡ് പ്രൊമോട്ട് ചെയ്യുന്നത്. ഈ മലബാർ ഗോൾഡിന്റെ തന്നെ മുഖ്യ ഷെയർ ഹോൾഡറായ ഒരാൾ നൽകുന്ന സന്ദേശം ഇങ്ങനെയാണെങ്കിൽ ഇതിനെക്കുറിച്ച് എന്താ പറയാ? ഇതേ ഫൈസൽ ഹോമോഫോബിയ പരസ്യമായി പിന്തുണക്കുന്ന, ഹോമോഫോബിയക്കെതിരെ സംസാരിക്കാത്ത, വീട്ടിൽ കയറ്റാൻ കൊള്ളില്ല ലെസ്ബിയൻസിനെ അല്ലെങ്കിൽ സ്വവർഗാനുരാഗികളെ എന്ന് പറയുന്ന ബിഗ് ബോസിൽ താരമായ ലക്ഷ്മിയെ ചിരിച്ചുകൊണ്ട് കൈ കൊടുത്ത് ആനയിച്ച് ഗൃഹപ്രവേശത്തിലേക്ക് വിളിച്ചിട്ടുണ്ട്. ഇതുവരെ അവരെ കുറിച്ചൊന്നും പറഞ്ഞിട്ടില്ല. എന്തായാലും ഫൈസൽ ഈ സ്റ്റാറ്റസ് മുക്കി ഓടി. പരിപൂർണ ബോധ്യത്തോടെ എഴുതി ഉണ്ടാക്കിവിട്ട സ്റ്റാറ്റസ് കാണേണ്ടവരെല്ലാം കണ്ട ശേഷം മുക്കി ഓടി എന്ന് പറയാം. ഈ പ്രാതിനിധ്യം എന്ന പേരിലൊക്കെ ബിഗ് ബോസിൽ ലെസ്ബിയൻസിനെ കൊണ്ടുവന്ന് അവരോടുള്ള വെറുപ്പ് കൂട്ടുകയാണ് ഏഷ്യാനെറ്റ് ചെയ്തതെന്നുള്ളൊരു വാദം നിലനിൽക്കുന്നുണ്ട്. ആ വാദത്തിനൊക്കെ ചൂട്ടുപിടിക്കുന്ന രീതിയിലുള്ള പ്രവൃത്തിയല്ലേ സമൂഹത്തിൽ ഇമ്പാക്റ്റുകൾ ഉണ്ടാക്കാൻ സാധിക്കുന്ന ഇതുപോലെയുള്ള ഫൈസലിനെ പോലുള്ള കൂട്ടങ്ങൾ ചെയ്യുന്നത്? ഈ ഫൈസലിന് പിന്തുണയായിട്ട് എത്ര കമന്റാ കാണുന്നത്. ഫൈസലിന്റെ പിന്തുണയെ സ്ത്രീകളും പുരുഷന്മാരും കുറെ പേരുണ്ട്. 2G സ്ക്വാഡ് എന്നറിയപ്പെടുന്ന 2 ജെൻഡർ സ്ക്വാഡ് ഫൈസലിന്റെ പിന്തുണയായിട്ട് മുന്നേ തന്നെ ഉണ്ട്. ആദില നൂറമാർ മാത്രമല്ല, വീട്ടിൽ കയറ്റാൻ കൊള്ളാത്തവരാണ് ഇവരെന്ന് ഊട്ടി ഉറപ്പിക്കുന്ന സ്റ്റേറ്റ്മെന്റുകൾ വീണ്ടും വീണ്ടും സമൂഹത്തിൽ ഉണ്ടായിക്കൊള്ളുക എന്നുള്ള ആവശ്യങ്ങളുള്ള കുറെ പേരുണ്ട്. അതിനൊക്കെ വളമിട്ട് കൊടുക്കുകയാണ് ഈ ഫൈസലൊക്കെ ചെയ്തത്. ഇതിനോട് ഇനിയിപ്പം ഞാൻ എൻ്റെ വീട്ടിൽ കയറ്റാം, നിങ്ങൾ എൻ്റെ പിള്ളേരാണടാ എന്ന് പറഞ്ഞ മോഹൻലാൽ എങ്ങനെ പ്രതികരിക്കും? പഴയ ബ്രാൻഡ് അംബാസിഡർ ആയിരുന്ന പഴയ സ്ഥാപനത്തിന്റെ മുതലാളി ചെയ്ത പ്രവൃത്തിയോട് പ്രതികരിക്കാൻ സാധ്യതയുണ്ടോ? ആരെ പേടിച്ചായിരിക്കും ഫൈസൽ മലബാർ ആദില നൂറമാർക്ക് ഇട്ടിരിക്കുന്ന സ്റ്റാറ്റസ് മുക്കിയിട്ടുണ്ടായിരിക്കും? നമ്മുടെ സോഷ്യൽ ഫാബ്രിക്കിന്റെ അവസ്ഥ ഇതാണെന്നുള്ള കാര്യം വളരെ ഗൗരവമുള്ളൊരു വിഷയമാണ്. അതേസമയം ബോയ്ക്കോട്ട് മലബാർ എന്ന പേരിൽ ക്യാമ്പയിൻ നടക്കുന്നുണ്ടായിരുന്നു, ചെറിയ രീതിയിൽ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അത് കണ്ടിട്ട് മാർക്കറ്റിനെ അത് ബാധിക്കുമെന്നോ അതോ സ്ഥാപനത്തിന്റെ റെപ്യൂട്ടേഷനെ അത് ബാധിക്കുമെന്നൊക്കെ വിചാരിച്ചിട്ടാവാം ഒരു പക്ഷേ ഈ ഒരു കാര്യം മുക്കാൻ വേണ്ടി ഫൈസൽ തീരുമാനിച്ചിട്ടുണ്ടാവാം. എന്തായാലും ഒരു ശുഭപ്രതീക്ഷ പോലെ, ഒരു നേരിയ സത്യത്തിന്റെ വെളിച്ചം പോലെ ആദില നൂറമാർക്ക് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടും സമൂഹത്തിന്റെ നാനാതുറകളിലുള്ള കുറേ പേരുണ്ട് എന്നുള്ളതാണ് ഒരു ആശ്വാസം. ഇനി ബാക്കി പ്രതികരണങ്ങൾ എന്തൊക്കെയായിരിക്കും എന്ന് നമുക്ക് കാണാം.